വാരണാസി സമ്പൂർണ്ണ ശുചിത്വ നഗരമാക്കാൻ പദ്ധതി. ഇറച്ചി മീൻ കടകൾ നഗരത്തിന് പുറത്തേക്ക് മാറ്റും. 100ലധികം സ്റ്റാളുകളാണ് ഇത്തരത്തിൽ നഗരപരിധിക്ക് പുറത്തേക്ക് മാറ്റുന്നത്. വിവരങ്ങളുമായി ടി എസ് ആദർശ് ഡൽഹിയിൽ നിന്നും ചേരുന്നു. ആദർശ്, ഈ വാരണാസി ഏറെ സുന്ദരമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇറച്ചി മീൻ കടകൾ ഈ നഗരപരിധിയിൽ നിന്നും പുറത്തേക്ക് മാറ്റുന്നത്. പക്ഷേ നമ്മളിത് പോസിറ്റീവായി ഈ വാർത്ത നൽകുന്നു. പക്ഷേ എനിക്ക് ഈ വാർത്ത പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് മറ്റു മാധ്യമങ്ങൾ പറയാൻ സാധ്യതയുള്ളത് ഇത്തരം കടകളെല്ലാം അടിച്ച് അവിടുന്ന് പുറത്താക്കി അവിടെയെല്ലാം ഈ BJP ഇത്തരത്തിൽ അല്ലെങ്കിൽ ഗോമാംസം കഴിക്കുന്നവരെ തല്ലിക്കൊന്നു എന്ന് പ്രചരിപ്പിച്ചവരാണ് നാട്ടിലുള്ള മറ്റു മാധ്യമങ്ങൾ. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം സ്റ്റാളുകൾ നഗരപരിധിയുടെ പുറത്തേക്ക് മാറ്റുമ്പോൾ വാർത്ത വളരെ നെഗറ്റീവായി വരാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾക്കറിയാം പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ ആദർശ്? വിനോദ് ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെയാണ് ഈ വാർത്ത കൈകാര്യം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു വാർത്തയെ നമ്മൾ സമീപിക്കാൻ കാരണമായത്. കാരണം കഴിഞ്ഞ ദിവസമാണ് വാരണാസി മേയർ അശോക് കുമാർ തിവാരിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന വരുന്നതും അതിനായിട്ടുള്ള നടപടികളുമായി വാരണാസി ഈ നഗരത്തിനെ അവർക്ക് നഗരപരിപാലനവുമായിട്ട് മുന്നോട്ട് പോയേ പറ്റൂ. അതുകൊണ്ടാണ് വാരണാസിയിലെ നഗരസഭ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തത്. സമ്പൂർണ്ണ ശുചിത്വം എന്നത് ലക്ഷ്യമാക്കിയാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടന്നത്. എന്നാൽ നമുക്കറിയാം പലപ്പോഴും മലയാള മാധ്യമങ്ങളുടെ അടക്കം ഭാഗത്ത് നിന്ന് വിനോദ് ചൂണ്ടിക്കാട്ടിയ പോലുള്ള ചില വാർത്തയുടെ പ്രചാരണങ്ങൾ നടക്കാറുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വാർത്തയെ സമീപിക്കുന്നത്. കാരണം കൃത്യമായിട്ടൊരു മേയർ പറഞ്ഞു, ഈ വാരണാസി നഗരത്തെ ശുദ്ധമാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നത്. മാത്രമല്ല ഇത് നഗരത്തിന് പുറത്ത് ഈ ഇറച്ചിയും മീനും ഒക്കെ വിൽപ്പനയ്ക്കുള്ള സ്റ്റാളുകൾ അനുവദിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. വാരണാസി നഗരത്തിന് പുറത്തേക്ക് ഇത് മാറ്റുക എന്നൊരു ഉത്തരവാണ് മേയർ നൽകിയതും ഇതിനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത്. അവിടെ ഇറച്ചി മീൻ വിൽപ്പന നടത്തുന്നു. അത് അവിടുത്തെ ശുചീകരണ പ്രവർത്തനത്തെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വാരണാസി നഗരം ശുചീകരിക്കുക എന്നത് വളരെ വലിയൊരു ദൗത്യമാണ്. അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അവിടുത്തെ വാരണാസി നഗരസഭയുടെ ഭരണസമിതി മുന്നോട്ട് പോവുകയും ചെയ്തു. മേയർ അശോക് കുമാർ തിവാരി ഇതിനായിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹം നേരിട്ട് തന്നെയാണ് ഈ നഗരത്തിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് മേയർ കടക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്തത്. എന്നാൽ ഈ പ്രഖ്യാപനത്തെ പലരും നെഗറ്റീവായി കാണുന്ന രീതിയിലുള്ള സമീപനം സ്വീകരിച്ചു. അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഒരു വാർത്ത നൽകി അതിന്റെ നിജസ്ഥിതി പുറംലോകത്തെ അറിയിക്കുന്നതിന് ഒരു മാതൃകാപരമായ ഒരു പ്രവൃത്തിയിലേക്കാണ് ഇപ്പോൾ വാരണാസി നഗരം എത്തിയിരിക്കുന്നത്.